നമസ്കാരം. ഇന്ന് നാം ഉള്ളത് കൊല്ലം ജില്ലയിൽ കൊട്ടിയം എന്ന പട്ടണത്തിലാണ്. ഡ്രീം മാളിൽ എം.എ. യൂസുഫ് അലി അദ്ദേഹത്തിൻ്റെ ലൂലു മോൾ ഓപ്പൺ ആവുകയാണ്. വരൂ, ഇന്നത്തെ ഈ വിശേഷം ഒരു എൻ്റർടൈൻമെൻറ്റ് പ്ലസ് ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ. കം, ലെറ്റ്സ് സീ. ഓരോ നിമിഷവും ഓരോ കഥകളാണ്. ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ്, മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും. പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ്. ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. വയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷാഹിദ മേഡം, ശ്രീ എസ് സുൽത്താനുദ്ദീൻ പ്രസിഡന്റ് ഡ്രീംസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഡെന്നി ജോൺ സെക്രട്ടറി ഡ്രീംസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ശ്രീമതി സോണി വാർഡ് മെമ്പർ വയനാട് ഗ്രാമപഞ്ചായത്ത്, മറ്റ് 13 ഭരണസമിതിയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഈ സംരംഭം തുടങ്ങിയത്. ആ ഭരണ
സമിതിയിലുള്ള ഭരണ ബോർഡ് മെമ്പേഴ്സ്, അതുകൂടാതെ ഇത് ഒരുപാട് ആളുകൾ കാശ് മുടക്കിയിട്ടാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മഹത്തായ ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ലോകത്തെമ്പാടും ഇന്ന് കോപ്പറേറ്റീവ് സെക്ടർ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇന്ത്യയിൽ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു 5 ട്രില്യൺ എക്കണമിയായി ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ ഇന്ത്യയിലേക്കാണ് ഉറ്റുനോക്കുന്നത്. അങ്ങനത്തെ ഈ എക്കണമിക് ഡെവലപ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കോപ്പറേറ്റീവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം എല്ലാവരെയും സഹകരിപ്പിച്ച് ലാഭം എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനം, അതിന് ഇത്രയും അധികം ആളുകളുടെ കയ്യിൽ നിന്ന് പണം സംഭരിച്ചുകൊണ്ട് ഇത്രയും മഹത്തായ ഈ മാൾ കെട്ടിപ്പടുത്താൻ ഈ കോപ്പറേറ്റീവിൻ്റെ പ്രസിഡന്റിനും ഇതിൻ്റെ ഭരണ അംഗങ്ങൾക്കും ഞാൻ പ്രത്യേകം നന്ദിയും അതോടൊപ്പം അഭിനന്ദനവും അറിയിച്ചു. ഞാൻ ഇതിന് പെർമിഷൻ കൊടുത്തത് തന്നെ ഇത് ഒരു കോപ്പറേറ്റീവ് സെക്ടറിൽ ഇവർ തുടങ്ങി വെച്ചതാണ്. അപ്പോൾ കോപ്പറേറ്റീവ് സെക്ടറിൽ തുടങ്ങി വെക്കുന്ന സംരംഭങ്ങളെ എല്ലാ നിലയ്ക്കും സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളുടെയൊക്കെ ബാധ്യതയാണ്. ഞങ്ങൾ കോപ്പറേറ്റീവ് സെക്ടറുമായിട്ട് ഇന്ത്യയിൽ പല ഭാഗങ്ങളും വളരെ അടുപ്പുണ്ട്. റൈസ് കോപ്പറേറ്റീവ് സെക്ടറിൽ റൈസ് ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ പല കോപ്പറേറ്റീവുകളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട്. അപ്പോൾ കോപ്പറേറ്റീവ് സെക്ടറിൽ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റ് ഡെയിലി ഞങ്ങളുടെ പുതിയ കൺസെപ്റ്റായിരുന്നു ഡെയിലി ആരംഭിക്കപ്പെട്ടത് ചെയ്യാറ്. കാരണം നമ്മൾക്കെല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടണം. ഈ കോപ്പറേറ്റീവിൻ്റെ എല്ലാ അംഗങ്ങൾക്കും ഗുണം കിട്ടണം. അതിനുവേണ്ടി വന്ന ബഹുമാനിയായ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷാഹിദ മേഡം, അതുപോലെ ഇതിൻ്റെ പ്രസിഡന്റ് മുഖ്യമന്ത്രി, ഡൽഹി സെക്രട്ടറി ഡൽഹി ജോൺ, വാർഡ് മെമ്പർ, മറ്റതിൽ പങ്കെടുത്ത എല്ലാ പഞ്ചായത്ത് മെമ്പർമാർ, ഈ കോപ്പറേറ്റീവിൻ്റെ ഭരണസമിതി അംഗങ്ങൾ, കോപ്പറേറ്റീവ് കാശ് മുടക്കിയ എല്ലാ സഹോദരന്മാർ, അവരോടൊക്കെ പ്രത്യേകമായ നന്ദിയും അതോടൊപ്പം അഭിനന്ദനവും അറിയിക്കുക. ഇതൊരാരംഭമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോപ്പറേറ്റീവുകളുണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക്സ് ഉണ്ട്. പക്ഷെ അവിടെ കാശ് കെട്ടിക്കെടുക്കുക എന്നല്ലാതെ അത് യൂട്ടിലൈസ് ചെയ്യുന്നു. ആയതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇതേമാതിരി കോപ്പറേറ്റീവ് മാളുകളും കച്ചവട സ്ഥാപനങ്ങളും കോപ്പറേറ്റീവ് സെക്ടറിൽ തുടങ്ങണമെന്ന് ആണ് എൻ്റെ വിനീതമായ അപേക്ഷ. കാരണം അതിൻ്റെ പ്രോഫിറ്റ് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ. ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ കോപ്പറേറ്റീവ് സെക്ടർ വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അതോടൊപ്പം തന്നെ കേരളത്തിൽ ആ പുരോഗതി ഉണ്ടാവണം. ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്തതിൻ്റെ പ്രസിഡന്റ് ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ കോപ്പറേറ്റീവിൻ്റെയും പ്രസിഡന്റാണ്, ഡ്രീംസിൻ്റെയും പ്രസിഡന്റാണ്, അല്ലേ? എല്ലാം പുള്ളി എന്നീ ഞാൻ പറഞ്ഞു. ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത് ഭരണസമിതി അംഗങ്ങളാണ്. അവർക്ക് ഞാൻ അഭിനന്ദനം. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ, അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി, ചെറിയ ഒരുക്കങ്ങൾ, പിന്നെ അകം നിറയുന്ന ചില തിളക്കങ്ങൾ. ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ. അതെ, അമൂല്യമാണ് ഞാൻ, എൻ്റെ സ്വർണവും. ചുങ്കത് ഗോൾഡ്, precious like me. മനോരമയിൽ നിന്നാണ് ബിനോയ്. നെക്സ്റ്റ് പ്രൊജക്ട് എന്താണ്? കൊല്ലത്തിൽ വേറെ ഇതുപോലെ ഡെയിലി തുടർന്നുണ്ടോ? ബാംഗ്ലൂർ ഇന്നലെ തൃശ്ശൂരിലുണ്ട്. ഡെയിലി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെയിലി ആവശ്യമുള്ള സാധനം. അത്
ഞങ്ങളുടെ സ്ലോഗൻ തന്നെ ഗുഡ് ക്വാളിറ്റി, ഗുഡ് പ്രൈസ്, ഗുഡ് സർവീസ് ആൻഡ് ഗുഡ് പാർക്കിംഗ്. ഞാൻ വന്ന വഴിക്ക് തന്നെ നമ്മുടെ കോപ്പറേറ്റീവിൻ്റെ പ്രസിഡൻറ്റിനോട് ചോദിച്ചത് പാർക്കിംഗ് നിങ്ങൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു? കാരണം റോഡിലൊരു ശല്യം ഉണ്ടാവാൻ പാടില്ല. സാധാരണക്കാരെ കാൽനടക്കാർക്കും കാറിലും ബസ്സിലും അതുപോലെ മോട്ടോർ ബൈക്കിലും പോകുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ആ നിലയ്ക്ക് ക്രമീകരിച്ചിരിക്കുന്നു എന്നാണ് കോപ്പറേറ്റീവ് പ്രസിഡന്റ്. നമ്മൾക്ക് പ്രൊജക്റ്റ് തുടങ്ങാനേ പറ്റുള്ള അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അതിൻ്റെ ആളുകളാണ് ചെയ്യുന്നത്. Excuse me, sir. Yes. NTV News Chief Editor Nicholas. NTV News Chief Editor Nicholas. Please. I'm NTV News Chief Editor Nicholas. I have a question. Sir, ഇവിടുത്തെ പൊതുജനങ്ങൾക്കും മറ്റുള്ള കച്ചവടക്കാർ ഐക്യമായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ടോ സാറിൻ്റെ? എന്ത് പൊതുജനങ്ങൾക്കും പൊതു കച്ചവടക്കാർക്കും പൊതുവായിട്ടുള്ള ഒരു സാർ എൻ്റെ ചോദ്യം, ഇവിടുത്തെ പൊതു കച്ചവടക്കാർക്കും എല്ലാ വ്യാപാരി വ്യവസായ ഏകോപന സമിതി എല്ലാവർക്കും കൂടെ പൊതുവായിട്ടുള്ളൊരു ഒരു സപ്പോർട്ട് താങ്കളുടെ ഭാഗത്തുണ്ടോ? എല്ലാവർക്കും ഈ ഇവിടെ തുടങ്ങിയ ഈ ടൗണിൽ മുഴുവൻ ആൾക്കാരും എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടട്ടെ. എല്ലാവരും അതുകൊണ്ട് ബെനിഫിഷ്യറി ആവട്ടെ. താങ്ക് യു സർ. എൻ്റെ രാഗം രാധാകൃഷ്ണൻ. കേൾക്കുന്നോ? എൻ്റെ പേര് രാഘം രാധാകൃഷ്ണനാണ്. കൊല്ലത്തിന് ഈ വ്യാപാര ശൃംഖലയിൽ കൊല്ലത്തിനോട് കമ്മിറ്റ്മെൻറ്റ് സാറിന് എന്താണ് ഒരു സന്ദേശം നൽകാനുള്ളത്? അതുപോലെ തന്നെ ഇപ്പോൾ വ്യാപാര രംഗത്ത് മൊത്തം ഓൺലൈൻ സംവിധാനത്തിലൂടെയാണ്. സന്ദേശമാണ് കേൾക്കണില്ല. ഓൺലൈൻ വ്യാപാര രംഗത്താണ് ഇപ്പോൾ കൂടുതൽ പേരും ആശ്രയിച്ചിരിക്കുന്നത്. ലുലു കണക്ട് ഓൺലൈനിലൂടെ സംവിധാനം നമ്മൾ കൊല്ലത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. എന്ത് ഓഫറൊക്കെയാണ് നമ്മൾ കൊല്ലത്തിന് വേണ്ടി കണ്ടു വെച്ചിരിക്കുന്നത്? ഓൺലൈൻ ബിസിനസ് നടത്തുന്നത്. അപ്പോൾ ലുലു കണക്ട് ആ രംഗത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്? കൊല്ലത്തുകാർക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 5 ട്രില്യൺ എക്കണമിയിലേക്ക് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗങ്ങളാണ് ഓൺലൈൻ, ഓഫ്ലൈൻ. പലരും ഒരു ഔട്ടിങ്ങിന് വേണ്ടി ഷോപ്പുകളിൽ ഒന്ന് മേടിക്കുന്നു, പുറത്തു പോയി മേടിക്കുന്നു. ഓൺലൈൻ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു. ഡിജിറ്റൽ യുഗത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കാലത്തിനനുസരിച്ച് ഉള്ള ഒരു മാറ്റം ലോകത്തിൽ എല്ലായിടത്തും സംഭവിക്കുന്നു, ഇന്ത്യയിലും സംഭവിച്ചു. ഓൺലൈനിൽ ബിസിനസ് ഉണ്ടാവും. ഇവിടെ ഷോപ്പിനും ആൾക്കാർ വന്ന് മേടിക്കും. അതുകൂടാതെ വിൻഡോ ഷോപ്പിംഗ് ഉണ്ട്. അതിങ്ങനെ നമ്മുടെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഷോപ്പുകൾ വർദ്ധിക്കും, ഓൺലൈൻ വർദ്ധിക്കും. നമ്മൾ ഓൺലൈനുണ്ട്. ഈ ലുലു ഡെയിലി കേരളത്തിൽ 3 സ്ഥലങ്ങളിലാണുള്ളത്. അപ്പോൾ കൂടുതൽ ജില്ലകളിലേക്ക് ലുലു ഡെയിലി ഉണ്ടാവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ 3 സ്ഥലത്തേക്കാണ് ലുലു ഗ്രൂപ്പ് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ലുലു ഡെയിലി വരാൻ സാധ്യതയുണ്ട്. അത് ഇവിടുത്തെ ഞങ്ങളൊരു റിസർച്ച് ടീമോട് അതിൻ്റെ ഡെമോഗ്രാഫിക് വാല്യൂസ് അനുസരിച്ച് അവർ പോയി നോക്കി. ഒരു ടീമുണ്ട്, ഒരു റിസർച്ച് ടീം. സുധീഷ് നായർ കൂടിയാണ് ഒരാളാണ്. സുധീഷ് മുന്നിലൊരു ടീമുണ്ട്. ആ ടീം പോയി നോക്കിയിട്ട് അവിടെയൊക്കെ പറ്റാവുന്നത് അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ചെയ്യും. ഏത് കാര്യത്തിനും പ്ലാനിങ് വേണം, ഒരു വിസിബിലിറ്റി സ്റ്റഡി വേണം, ഒരു വിയബിലിറ്റി സ്റ്റഡി വേണം. ലാഭം ഇല്ലെങ്കിലും നഷ്ടം ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോർപ്പറേഷൻ പ്ലീസ്. രാജ്കുമാർ, കൈരളി ടിവിയുടെ റിപ്പോർട്ട്. സാറിപ്പോൾ ഈ ഒരു കൺസ്യൂമർ ഇതുപോലുള്ളൊരു ഐറ്റം ഇതിലാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലൊക്കെ വ്യാപകമായി സാറിൻ്റെ ഒരു ബ്രാൻഡ് ലുലു എന്ന് പറയുന്ന ബ്രാൻഡ് ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പുതിയ ഇൻഡസ്ട്രിയിലേക്ക് എന്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം അതുപോലുള്ള ഒരു വലിയ ഒരു മേഖലയിലേക്ക് എന്തുകൊണ്ടത് ഒരു ചുവടുവെപ്പ് നടത്തുന്നത്? എനിക്കറിയുന്ന കച്ചവടം എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ കേരളത്തിൽ കളമശ്ശേരിയിൽ വലിയ പ്രോസസ്സിംഗ് പരിപാടിയിൽ 3 മാസത്തിനായിട്ട് ഫൗണ്ടേഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സമയമനുസരിച്ച് ചെയ്യുന്നു. ഇൻവെസ്റ്റർ സാർ ഒരു വലിയ ഞാൻ കേരളത്തിൽ നിന്ന് ഏറ്റവും
ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്, എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. കേരളത്തിൻ്റെ പ്രൊഡക്റ്റ് മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിൽക്കാവുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നു. താങ്ക് യു. നിങ്ങൾ ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞ ഉത്തരം എനിക്ക് മനസ്സിലായി. Okay, so here we are. Finally, we did a promotion for the Lulu online daily, Lulu daily grand opening at Kottayam, Kollam district.